ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിന്റെ വാർഷിക പരീക്ഷയ്ക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് നിങ്ങളുടെ 8ാമത്തെ പാഠഭാഗം മുതലാണ് ഈ വർഷത്തെ എക്സാമിന് വരുന്നത്. അപ്പോൾ അത് മുതലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ആദ്യം തന്നെ ഇവിടെ വന്നത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. എന്താണ്? അനയാ റസൂലുള്ളാ, അനയാ റസൂലല്ലാ. എന്താണ്? അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ ആരാണുള്ളതെന്ന്. അപ്പം അബൂ ഹുറൈറ പറയുകയാണ്, അനയാ റസൂലുള്ളാ, ഞാനുണ്ട് റസൂലേ എന്ന്. അപ്പം അത് മനസ്സിലാക്കുക. 5 കാര്യങ്ങൾ അബൂ ഹുറൈറയെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കണേ. അടുത്ത 2ാമത്തത് മൻ യഖുദു മിന്നി ഹാദിഹി കലിമാത്ത്. മൻ യഖുദു മിന്നി ഹാദിഹി കലിമാത്ത് എന്താ വരുന്നത്? വറസൂലുള്ളാഹ്, വറസൂലുള്ളാഹ്. മൻ യഖുദു മിന്നി ഹാദിഹി കലിമാത്ത്, എന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ ആരാണ് പഠിക്കുക? വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത് പറഞ്ഞത്. അപ്പം അതിന്റെ നമുക്ക് അവിടെ എഴുതാം. അടുത്ത റജുലുൻ ഹല്ലഹു മിൻ തൗബത്തിൻ. റജുലുൻ ഹല്ലഹു മിൻ തൗബത്തിൻ ആരാണ്? അബൂ സഈദുൽ ഹുദരി. അബൂ സഈദുൽ ഹുദരി, അബൂ സഈദ് ഹുദരി റളിയല്ലാഹു അൻഹു ആണ് റജുലുൻ ഹല്ലഹു മിൻ തൗബത്തിൻ, തൗബ ചെയ്യാൻ ആഗ്രഹിച്ചത്. അബുൽ യസീദുൽ ബിസ്തമി റളിയല്ലാഹു അൻഹു ബി തൊയ്യിഫുബ്നു ഈസ. തൊയ്യിഫുബ്നു ഈസ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വലിയ, പ്രപഞ്ചത്യാഗിയായ അള്ളാഹുവിന്റെ വലിയ. മനസ്സിലാക്കുക. അടുത്തതാ ഖവ്വാഹുമുല്ലാഹു അല ഖിയാമുൽ ലൈലി. ഖവ്വാഹുമുല്ലാഹു അല ഖിയാമുൽ ലൈലി എന്താണ്? അസ്ഹാബുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നിസ്കരിക്കുന്നവർ ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ അസ്ഹാബു റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണെന്ന് പറയുന്നുണ്ട്. അതാണ്. അപ്പൊ അത് മനസ്സിലാക്കുക എല്ലാവരും. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ് അവിടെ പറയുന്നത്? അള്ളാഹു സന്മാർഗം നൽകിയ കുട്ടി, അവൻ കാരണത്താൽ ഡാഷിനും സന്മാർഗം കിട്ടി. എന്താണ്? അള്ളാഹു സന്മാർഗത്തിൽ നൽകിയ കുട്ടി, അവൻ കാരണത്താൽ അവന്റെ പിതാവിനും, അവന്റെ കാരണത്താൽ അവന്റെ പിതാവിനും അള്ളാഹു സന്മാർഗം നൽകി. നമ്മുടെ 11ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. അബുൽ യസീദി ബിസ്തമി റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ചിട്ട് ആ പാഠത്തിലാണ് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തത് നിനക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, നീ യഥാർത്ഥ ഡാഷ് ആവും. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതിൽ പറഞ്ഞതാണ്. എന്താണ്? നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, നീ പൂർണ്ണ മുസ്ലിമാവും, നീ പൂർണ്ണ മുസ്ലിമാവും, നീ യഥാർത്ഥ മുസ്ലിമാവും എന്ന്. അവിടെ മുസ്ലിമാവും എന്നത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. നിങ്ങളുടെ 8ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. അബൂ ഹുറൈറ പറഞ്ഞ 5 കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്നുള്ള കാവല്. ഡാഷ് സൂറത്താണ്. ഏത് സൂറത്താണ് ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്നുള്ളത്? സൂറത്തുൽ ഫലക്ക്. സൂറത്തുൽ ഫലക്ക് ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്നുള്ള കാവലാണ്. മനസ്സിലാക്കുക. സൂറത്തുൻ നാസ് അതുപോലെ എന്താണ്? മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നതാണ്. സൂറത്തുൻ നാസ് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ്. സൂറത്തുൽ ഫലക്ക് ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കുന്നത്. രണ്ടും മനസ്സിലാക്കി പഠിക്കുക. സൂറത്തിൽ ഫലക്കിനേക്കാൾ സൂറത്തുൻ നാസിനെ അള്ളാഹു മുന്തിക്കാൻ കാരണം എന്ത്? ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയിലേക്കുള്ള ഒരു മാർഗമാണ്. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടണം. അതാണ് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അള്ളാഹുവിന്റെ കലമും ഡാഷും തങ്ങളുടെ അറിവിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ കലമും ഡാഷും തങ്ങളുടെ അറിവിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ കലമും ലൗഹും തങ്ങളുടെ അറിവിന്റെ ഭാഗമാണ്. മനസ്സിലാക്കുക. നിങ്ങളെ 10ാമത്തെ യാക്രം ഹലക്ക് എന്ന പാഠത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ലൗഹിന്റെയും കലമിന്റെയും ജ്ഞാനം അങ്ങയുടെ ജ്ഞാനത്തിൽപ്പെട്ടതാണ് എന്ന്. ഇഹലോകവും പരലോകവും അവിടുത്തെ ഔദാര്യത്തിൽ നിന്നാണല്ലോ. ലൗഹിന്റെയും കലമിന്റെയും ജ്ഞാനം അങ്ങയുടെ ജ്ഞാനത്തിൽപ്പെട്ടതാണ് എന്ന്. അടുത്ത യാ റബ്ബി ഡാഷ് മക്കാസിദന.
ആ ബൈത്തിൽ നിന്നാണ് അല്ലേ. യാ അക്രം ബൈത്തിൽ പറയുന്ന ഒരു ലൈനാണത്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്യ മക്കാസിദന എന്ന ആയത്താണ് ഇവിടെ ഇട്ട ഭാഗം പൂരിപ്പിക്കാൻ തന്നത്. അതുപോലെ നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങളും വരാം. നിങ്ങളെ 10ാമത്തെ പാഠം യാ അക്രം ബൈത്ത്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കുട്ടി പഠിക്കാൻ തുടങ്ങിയ സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ മുസമ്മിലാണ് കുട്ടി പഠിക്കാൻ തുടങ്ങിയത്. അബുൽ യസീദ് ബിസ്തമി റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കാൻ തുടങ്ങി. സൂറത്തുൽ സൂറത്ത് മുസമ്മിലാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം അവിടെ പിതാവുമായിട്ടുള്ള സംഭാഷണമൊക്കെ നമ്മൾ പാഠഭാഗത്ത് പറയുന്നുണ്ട്. 11ാമത്തെ പാഠഭാഗം 11. അപ്പം നന്നായി മനസ്സിലാക്കുക. നമ്മൾ മുമ്പിട്ട റിവിഷൻ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അടുത്തത് എന്താണ്? ജവ്വദുൻ എന്നതിൻ്റെ അർത്ഥം. ജവ്വദുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജവ്വദുൻ എന്നതിൻ്റെ അർത്ഥം എന്ത്? ഗുണമേന്മയുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. ഗുണമേന്മയുള്ളത്. അപ്പം മനസ്സിലാക്കുക. അപ്പം അത് മീനിങ് ഇത് തന്നെ വരൂല. നിങ്ങൾക്ക് വേറെയും പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ വരും. അപ്പം മനസ്സിലാക്കുക. അടുത്തത് നോട്ട് ബുക്ക് എന്നതിൻ്റെ അറബി. നോട്ട് ബുക്ക് എന്നതിൻ്റെ അറബി എന്താ? ദഫ്തറ. അതാണ് നോട്ട് ബുക്ക് എന്നതിൻ്റെ. മനസ്സിലാക്കുക. അടുത്തത് ഹൃദയത്തെ നിർജീവമാക്കുന്ന പ്രവൃത്തി. ഹൃദയത്തെ നിർജീവമാക്കുന്ന പ്രവൃത്തി ഏതാണ്? നിങ്ങൾ 8ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ച് പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒന്ന് അവസാനത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണ്? പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക. അധിക ചിരി ഹൃദയത്തെ നിർജീവമാക്കും. ഹൃദയത്തെ നിർജീവമാക്കുന്ന പ്രവൃത്തി ചിരിയാണ്. മനസ്സിലാക്കുക. പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക. അധിക ചിരി ഹൃദയത്തെ നിർജീവമാക്കും. അപ്പം അധിക ചിരി ഹൃദയത്തെ നിർജീവമാക്കും. അപ്പം അത് മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? 99 പേരെ കൊന്ന ആൾക്ക് തൗബ ഇല്ലെന്ന് പറഞ്ഞതാര്? തൗബ ഇല്ലെന്ന് പറഞ്ഞതാരാണ്? ഫദുല്ല അലാ റാഹിബിൻ. ഒരു പുരോഹിതനാണ് അത് പറഞ്ഞത്. ഫദുല്ല അലാ റാഹിബിൻ. അപ്പോൾ പുരോഹിതനാണ് അവിടെ പറയുന്നത്. മനസ്സിലാക്കുക. 99 പേരെ കൊന്ന ഒരാള് ഒരു പുരോഹിതനെ സമീപിച്ച് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളെ 9ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഉത്തരം എഴുതാനാണ്. എന്താണ്? 100 ആളെ കൊന്ന വ്യക്തിയെ കുറിച്ച് റഹ്മത്തിന്റെ മലക്കുകളുടെ വാദം എന്ത്? റഹ്മത്തിന്റെ മലക്കുകളുടെ വാദം എന്തായിരുന്നു? പശ്ചാത്താപിച്ചവനായി ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മുന്നിരിച്ചു കൊണ്ട് വന്നവനാണ് ഇദ്ദേഹം എന്നാണ് റഹ്മത്തിന്റെ മലക്കുകളുടെ വാദം. റഹ്മത്തിന്റെ മലക്കുകളുടെ വാദം ഇതായിരുന്നു. പശ്ചാത്താപിച്ചവനായി ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മുന്നിരിച്ചു കൊണ്ട് വന്നവനാണ് ഇദ്ദേഹം എന്നാണ് റഹ്മത്തിന്റെ മലക്കുകളുടെ വാദം. അപ്പം അത് നിങ്ങളെ 9ാമത്തെ പാഠത്തിൽ തന്നെയാണ് അത് പറയുന്നത്. എന്താണ്? 100 പേരെ കൊന്ന ഒരാളെ അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ട് തൗബ ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ വഴിമധ്യേ അദ്ദേഹം വഫാത്താകുന്നു. അദ്ദേഹത്തെ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും പിടികൂടാൻ തർക്കിക്കുന്നു. അപ്പം റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞതാണ് ഇത്. അദാബിന്റെ മലക്കുകൾ എന്താ പറഞ്ഞത്? ഇദ്ദേഹം നന്മയായ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് അദാബിന്റെ മലക്കുകളും പറയുന്നു. അപ്പം അത് മനസ്സിലാക്കുക. അവർക്കിടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വരുന്നു. അവരോട് പറഞ്ഞു അദ്ദേഹം വരുന്ന നാടും ഇനി അദ്ദേഹം പോകുന്ന നാടും ഏത് നാട്ടിലേക്കാണ് അദ്ദേഹം കൂടുതൽ അടുത്തത് അതാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് അവർ പറഞ്ഞ് അളന്ന് അദ്ദേഹം പോവാൻ ഉദ്ദേശിച്ച നാട്ടിലേക്കാണ് ഏറ്റവും അടുത്തതെന്ന് മനസ്സിലാക്കി റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. മനസ്സിലാക്കി പഠിക്കാതെ. അടുത്തതെന്താണ്? ഒരാളുടെ പ്രയത്നം പിശാചിന്റെ മാർഗത്തിലാകുന്നത് എപ്പോഴാണെന്ന്. ഒരാളുടെ പ്രയത്നം പിശാചിന്റെ മാർഗത്തിലാകുന്നത് എപ്പോഴാണ്? നിങ്ങൾ 8ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. എന്താണ്? ഒരാൾ പ്രയത്നിക്കുന്നത് ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. ബാഹ്യപ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. മനസ്സിലാക്കുക. ഒരാളുടെ പ്രയത്നം പിശാചിന്റെ മാർഗത്തിലാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അതാണ്. മനസ്സിലാക്കുക. അത് നല്ല മാർഗത്തിലാവുന്നത് എപ്പോഴാണ്?
ഒരാൾ പ്രയത്നിക്കുന്നത് തൻ്റെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയും തൻ്റെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും സ്വയം ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടിയാണ് അയാൾ പ്രയത്നിക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്നവനാണ്. നിങ്ങളെ 8ാമത്തെ പാഠത്തിൽ തന്നെയാണ് അതും പറയുന്നത്, മനസ്സിലാക്കി പഠിക്കുക. അടുത്തതെന്താണ്? സ്വർഗപ്രവേശനത്തിനുള്ള 3 കാര്യങ്ങൾ. സ്വർഗപ്രവേശനത്തിനുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം പുൽകാം. സ്വർഗപ്രവേശനത്തിനുള്ള 3 കാര്യങ്ങളാണ് നിങ്ങളെ 11ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്, നന്നായി മനസ്സിലാക്കുക. അടുത്തതെന്താണ്? മോനെ എഴുന്നേറ്റ് നിസ്കരിക്കൂ, അറബിയിലാക്കുക. എന്തായിരുന്നു? യാ ബുനയ്യ കും ഫസല്ലി, യാ ബുനയ്യ കും ഫസല്ലി, മോനെ എഴുന്നേറ്റു നിസ്കരിക്കൂ. അവിടെ രാത്രി എന്നുണ്ടെങ്കിൽ ഫസല്ലി ലില്ലൈലി, യാ ബുനയ്യ കും ഫസല്ലി ബില്ലൈലി എന്ന് എഴുതണം, മനസ്സിലാക്കുക. അടുത്തത് മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, ആശയം എഴുതുക. 12ാമത്തെ പാഠം സൂറത്തു നാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ തഫ്സീറുകൾ പറയുന്നുണ്ട്. അപ്പം അവിടെ അതിൻ്റെ ആശയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? മറഞ്ഞിരിക്കുന്നവനായ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും കാവൽ തേടുകയാണ്. മനസ്സിലാക്കുക. മറഞ്ഞിരിക്കുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും കാവൽ തേടുന്നു. മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന്. അപ്പൊ അതുപോലെ മറ്റായത്തുകൾ ഏതെങ്കിലും വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പൊ ആ തഫ്സീർ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 12ാമത്തെ പാഠം. അടുത്തത് എന്താണ്? ബൈത്താണ്. വതുഫ് ബിയദിക ഫിദ്ദാറൈനി ഇന്ന ലഹു സബ്റം മതാ തദ്ഹു അഹ്വാലി യൻഹസിമു, ആശയം എഴുതണം. 10ാമത്തെ പാഠം യാ അക്രം ബൈത്ത്, അതിൽ നിന്ന് വന്ന ഒരു ലൈനാണ്. അപ്പൊ അതിന്റെ ആശയം എഴുതണം. എന്താണ് ആശയം? എന്റെ റബ്ബേ, നിന്റെ അടിമയോട് ഇരു വീട്ടിലും നീ കൃപയുള്ളവനാവണം. ആപത്ത് വരുമ്പോൾ കൈവിട്ടു പോകുന്ന ക്ഷമയാണ് എന്റേത്. നിന്റെ അടിമയോട് ഇരു വീട്ടിൽ നീ കൃപയുള്ളവനാവണം. ആപത്ത് വരുമ്പോൾ കൈവിട്ടു പോകുന്ന ക്ഷമയാണ് എന്റേത്. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ മറ്റു ലൈനൊക്കെ വന്നാൽ നമുക്ക് അർത്ഥം എഴുതാൻ കഴിയണം. അപ്പോൾ നമ്മൾ 10ാമത്തെ പാഠം വീഡിയോ ചെയ്തതിൽ നോക്കിയിട്ട് നന്നായിട്ട് ആശയം മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ എന്തായാലും എഴുതാനും ഒരു ലൈൻ എന്തായാലും വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനും വരും, മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താ? വിശദീകരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് പറഞ്ഞ 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ അവിടെ വിശദീകരണം. 5 കാര്യം എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ എഴുതാൻ. അപ്പൊ ഇതുപോലെ മറ്റു പാഠത്തിൽ നിന്നും മനസ്സിലാക്കി പഠിക്കുക. അബുൽ യസീദി ബിസ്തമി റളിയല്ലാഹു അൻഹു ഉപ്പയോട് പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ സൂറത്തു നാസിന്റെ അവതരണം, അതിനെ കുറിച്ചിട്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് 5 എഴുതി അതിന്റെ ആശയം എഴുതാൻ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. തദ്രിബാത്തൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക എല്ലാ പാഠത്തിന്റെയും. അപ്പൊ നമുക്കിവിടെ എഴുതാൻ പറഞ്ഞ 5 കാര്യങ്ങൾ നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എന്നിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനുണ്ട് റസൂലേ എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ കൈ പിടിച്ച 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. 2, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാവും. നീ ജനങ്ങളിൽ വലിയ ഐശ്വര്യവാനാവും. എങ്ങനെ? ചോദ്യം വരാം. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാവാം. 3, അയൽവാസികളോട് ഗുണം ചെയ്യുക. നീ ഒരു പൂർണ്ണ വിശ്വാസിയാവും. എപ്പോൾ? അയൽവാസികളോട് ഗുണം ചെയ്താൽ. നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ നീ പൂർണ്ണ മുസ്ലിമാവും. എപ്പോൾ? മനസ്സിലാക്കുക. പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക. അധിക ചിരി ഹൃദയത്തെ നിർജീവമാക്കും. അപ്പൊ അതിന്നൊക്കെ ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റു 5 കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ചോദ്യം വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. തസ്കിയയുടെ ചോദ്യപേപ്പർ ഇത്രയാണുള്ളത്.
എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.